അല്ലാഹു അക്ബർ 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 കബീറ വൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഒരു ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ദിനത്തിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ സർവാംഗീകൃതമായ രണ്ടാഘോഷങ്ങളാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായും വിധേയമായി ഈദുൽ അദ്ഹ ആഘോഷങ്ങളിൽ പങ്കാളികളാവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്രപുരുഷനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അഥവാ അബ്രഹാം പ്രവാചകന്റെ ത്യാഗസ്മരണയിലാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം ചരിത്രം. സന്താനങ്ങളില്ലാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹുവോട് ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അള്ളാഹുവോട് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വാർദ്ധക്യഘട്ടത്തിൽ അള്ളാഹു സന്താനത്തെ നൽകുന്നു. ആ സന്താനത്തിൻ്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ആദ്യമായി ലഭിച്ച അരുമ സന്താനം ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ, തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്മായിലിനെ തനിക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് അള്ളാഹു ദിവ്യബോധനം നൽകുന്നു. ദൈവകൽപ്പനയെ ശിരസാ വഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറെടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ അലൈഹിസ്സലാമിയെ സമർപ്പിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറെടുക്കുന്നു. പ്രിയ പിതാവേ, അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് ആ പിഞ്ചോമന വിനയാന്വിതനായി ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നു. എന്നാൽ ഇസ്മായിലിനെയോ ഏതെങ്കിലും മനുഷ്യ കുഞ്ഞിനെയോ ബലി നൽകുക എന്നത്
ദൈവിക ശാസനയുടെ ഉള്ളടക്കമായിരുന്നില്ല. മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹുവോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടെന്ന് അള്ളാഹു പരീക്ഷിക്കുക മാത്രമായിരുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആ ചരിത്രം വളരെ ഗൗരവത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സാഫാത്തിൽ 103 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു പറയാൻ, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമയെ ഇബ്രാഹിം അലൈഹിസ്സലാം നെറ്റിന്മേൽ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാം നെറ്റിന്മേൽ ചെരിഞ്ഞു കിടന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് സന്നദ്ധനായി സമർപ്പിതനായി ഇസ്മായിൽ അലൈഹിസ്സലാം കിടന്നുകൊടുത്തപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അള്ളാഹു പറയാണ്, നാം വിളിച്ചു, ഓ ഇബ്രാഹിം, അരുത്, ചെയ്തേക്കരുത്. ഇസ്മായിലിനെ എന്നല്ല, ലോകത്തൊരു മനുഷ്യ കുഞ്ഞിനെയും കുരുതി കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ താല്പര്യമല്ല, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അള്ളാഹു പറയാണ്, ഖദ് സ്വദ്ദഖത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഖദ് സ്വദ്ദഖത റുഅ്യ, നിശ്ചയം നീ സ്വപ്നത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു, യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു, ആ ദിവ്യബോധനത്തിന്റെ ഉള്ളടക്കമനുസരിച്ച് നീ പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയം ഇത് വ്യക്തമായ പരീക്ഷണം മാത്രമായിരുന്നു. വഫദൈനാഹു ബിദബ്ഹിൻ അളീം, അങ്ങനെ അല്ലാഹു തആല മഹത്തായ ഒരു ഉരുവിനെ ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് പകരമായി നൽകി, ഇസ്മായിൽ അലൈഹിസ്സലാമയ്ക്ക് പകരമായി നൽകി എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. ആ ഉരുവിനെ അറുക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അതിൻ്റെ ഓർമ്മയായിട്ടാണ്, ആ ഉരുവിനെ അറുക്കുന്നതിൻ്റെ മാതൃകയായിട്ടാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ദിനത്തിൽ, അതല്ലെങ്കിൽ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിൽ ബലികർമ്മം അഥവാ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഖുർആന്റെ ആജ്ഞയാണ്. പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ, ബലികർമ്മം നിർവഹിക്കുക കൂടി വേണം. ഫസ്വല്ലി ലിറബ്ബിക, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കണം. വൻഹർ, നീ ബലികർമ്മം നിർവഹിക്കുകയും വേണം. ബലികർമ്മം അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന പ്രതീകാത്മകമായ വലിയ ആരാധനയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ഈദുൽ അദ്ഹ ദിനത്തിലെ സുപ്രധാനമായ ആരാധനയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. പ്രതീകാത്മകമായി വലിയൊരാശയത്തെയാണ് ബലികർമ്മം മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹു നൽകിയ സന്താനത്തെക്കാളും, അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ സമ്പത്തിനേക്കാളും നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അനുഗ്രഹദാതാവായ അള്ളാഹുവിനെയാണെന്ന വലിയ സന്ദേശമാണ് ബലികർമ്മം പ്രദാനം ചെയ്യുന്നത്. ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അള്ളാഹുവിന് ലഭിക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിന് ലഭിക്കുക. നിങ്ങൾക്ക് അള്ളാഹുവോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നത് മാത്രമാണ് അതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് അടുക്കുക, അവന്റെ ആജ്ഞകൾ പാലിക്കുക, അതാണ് പരമപ്രധാനമായത്. അതിനർത്ഥം മനുഷ്യരെ വെറുക്കുക എന്നതല്ല. മനുഷ്യരിൽ നിന്നോ സൃഷ്ടിജാലങ്ങളിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ അകന്നു നിൽക്കുക എന്നതുമല്ല. മനുഷ്യരെ വെറുക്കുക എന്നതോ മനുഷ്യരിൽ നിന്ന് അകലുക എന്നതോ ഒരു ദൈവകൽപ്പനയുടെയും താല്പര്യമല്ല. മറിച്ച് അല്ലാഹുവെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലെ സ്നേഹം ശക്തിപ്പെടുത്തുക എന്നതാണ് അള്ളാഹുവിന്റെ ആജ്ഞയുടെ പൊരുൾ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ പരമമായി സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ വിശ്വാസികളാവുന്നില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. അള്ളാഹുവിനെ നിങ്ങൾ പരമമായി എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്.
നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവുന്നില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹം നേടിയെടുക്കാൻ സാധിക്കും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ. സമാധാനത്തിന്റെ ആശീർവാദമാണ് സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, അവന്റെ ഭാഗത്തിനുള്ള സമൃദ്ധിയും അവന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ. ലോകർക്ക് മുഴുക്കയുമാണ് ഈ അഭിവാദ്യം എന്ന് പറയുന്നത്. അലാമൻ അറഫ്ത വമല്ലം തഅരിഫ്, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും സമാധാനത്തിന്റെ ആശീർവാദം നീ നേരുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ വിശദീകരണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സാഹോദര്യവും അതുപോലെ തന്നെ സൗഹൃദവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പെരുന്നാളുകൾ. അത് ബലിപെരുന്നാളാണെങ്കിലും അത് ഈദുൽ ഫിത്ർ ആണെങ്കിലും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഈദുൽ അദ്ഹ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്, നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം. ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ, രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ധ്രുവീകരണം തെറ്റിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല, അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. നമുക്കറിയാം, തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത്. സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം. എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം തലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി. രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല. പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, തൊഴിലില്ലായ്മ, കർഷകരോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയ ഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. അതിനെതിരെയുള്ള വിധി രേഖപ്പെടുത്തലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വർഗീയ അജണ്ടകൾ ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. അത് നിന്ദ്യതയായും അത് പരാജയമായും അതല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാര്യമായും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഖുർആൻ പറഞ്ഞതും, വമൻ അളലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹി ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അല്ലാഹുവിന്റെ പള്ളികളിൽ ഇന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ആ പള്ളികൾ തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആ പള്ളികളിലേക്ക് ഭയപ്പാടോടുകൂടിയല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണ്, പരലോകത്തെ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത്. സഹോദരങ്ങളെ, മസ്ജിദുകൾ തകർക്കുക, ആരാധനാലയങ്ങൾ തകർക്കുക, ഇത് നിന്ദ്യത ഏറ്റുവാങ്ങുന്ന കൊടും ക്രൂരതയാണ്. ആ നിന്ദ്യതയാണ് അയോധ്യയിൽ നമ്മൾ കണ്ടത്.
സഹോദരങ്ങളെ, ഇതെല്ലാം തിരിച്ചറിവായിട്ട് മാറാൻ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാടുമായി, സൗഹൃദ നിലപാടുമായി മുന്നോട്ട് വരാൻ ഭരണകൂടത്തിന് സാധ്യമാവേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലെന്ന് തീർത്തും പറയേണ്ടി വരും. ബാബരി മസ്ജിദ്, ആ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒരു വശത്ത് നമ്മൾ പറയുമ്പോൾ, അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അതായത് ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറേണ്ടതുണ്ട്. കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം. ശരിയായ ചരിത്രബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ. സഹോദരങ്ങളെ, ചരിത്രത്തെ വക്രീകരിക്കാൻ, വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് NCERTയെ പോലുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പാഠം പഠിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഭരണകൂടം മാത്രമല്ല, ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പാഠം പഠിക്കേണ്ടതായിരുന്നു. വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നിലക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല. വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു. സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി. ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ, ഭരണകൂടത്തിന്റെ നിശബ്ദതക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെഴുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തിനാണ് ഇത്തരം വർത്തമാനങ്ങളൊക്കെ ബലിപെരുന്നാൾ ദിനത്തിൽ പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ബലിപെരുന്നാളിന്റെ ചരിത്രത്തിന് ഇതിനോടൊക്കെ വലിയ ബന്ധമുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിഞ്ചോമന പുത്രൻ ഇസ്മായിലിനെയും അതുപോലെ തന്റെ പ്രിയതമ ഹാജറ ബീവിയെയും മക്കാ മണലാരുണ്യത്തിൽ, അന്ന് ആരാരുമില്ലാതിരുന്ന മക്കാ മണലാരുണ്യത്തിൽ, വിജനമായ മക്കാ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോ നടത്തുന്ന രണ്ട് പ്രാർത്ഥനകളുണ്ട്. ധാരാളം പ്രാർത്ഥനകളുണ്ട്. പക്ഷേ രണ്ട് പ്രാർത്ഥനകൾ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിജിൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. അതായിരുന്നു ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അല്ലാഹുവേ ഈ നാട്ടിലുള്ള ആളുകൾക്ക് യഥേഷ്ടം വിഭവങ്ങൾ നൽകണമേ, ഭക്ഷണം നൽകണമേ. നിർഭയത്വമുള്ള, സുഭിക്ഷതയുള്ള, സന്തോഷം വിളയാടുന്ന ഒരു നാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന വലിയ സന്ദേശം കൂടി ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആവാഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാടിന് നിർഭയത്വവും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് മുഴുക്കയും നിർഭയത്വവും സന്തോഷവും സുഭിക്ഷതയുമുള്ള സാഹചര്യം നാഥൻ തുറന്നു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പറയേണ്ടി വരും. കാരണം അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ബലിപെരുന്നാളാണല്ലോ ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ധാരാളം ആശ്വാസങ്ങളും പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും നൽകിയ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അത്. നമുക്കറിയാം, വിദ്വേഷ പ്രസംഗങ്ങൾക്ക് ഈ രാജ്യത്ത് ഭാവിയിൽ നിന്ന് കൃത്യമായി പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അറിയാം, നമുക്ക് രാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കണ്ടപ്പോ ശക്തമായ വിദ്വേഷ പ്രചരണങ്ങളുമായി അധികാരികൾ മുന്നോട്ട് വന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടായി. രാജ്യത്തൊരു സമുദായം വോട്ട് ജിഹാദ് നടത്തുന്നുവെന്നും തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്തും കെട്ടുതാലിയും വരെ
കൊടുക്കാൻ പോകുന്നു എന്നുമുള്ള കൊടും വർഗീയത നിറഞ്ഞ വാക്കുകൾ രാജ്യത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയല്ല, വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു. നമുക്ക് പറയാം, നമുക്കുറക്കെ പറയാം, ഇന്നത്തെ പെരുന്നാൾ വിശ്വാസികളുടെ സന്തോഷ ദിനം മാത്രമല്ല, മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ആഹ്ലാദിക്കാനുള്ള പെരുന്നാളാണ്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തെ പെരുന്നാൾ. ഇന്നത്തെ പെരുന്നാളിൽ മതേതരത്വം പുഞ്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉള്ളു തുറന്ന് മതനിരപേക്ഷ മനസ്സുകൾ ആഹ്ലാദിക്കുന്ന, നല്ല കാലം വന്നതിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന പെരുന്നാളുകൾ കൂടി സമാഗതമാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അമിതമായ ആത്മവിശ്വാസം നമ്മെ വഞ്ചിതരാക്കാനും പാടില്ല. ലികൈലാ തഗ്സൂ വലാ മാ ഫാതകും വലാ തഫ്റഖൂ ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു തആല അഹംഭാവികളെയും പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുകയില്ല. രാജ്യത്തിന്റെ പൊതുവായ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രവണതകൾ കേരളത്തിൽ ഉണ്ടായി എന്നതും നാം വിശദീകരിക്കാതെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ വർഗീയത കൊണ്ടോ തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ടോ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചില സമുദായ സംഘടനകളുടെ നേതാക്കൾ മുന്നോട്ട് വന്ന് ന്യൂനപക്ഷങ്ങൾ അനർഹമായത് നേടുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയ ഒരു സവിശേഷമായ സാഹചര്യം കൂടിയാണിത്. സംസ്ഥാന സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നവർ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്കറിയാം. ഉദ്യോഗ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയവും പിന്നോക്കവുമാണെന്ന് വ്യക്തമാക്കുന്ന സച്ചാർ റിപ്പോർട്ട് സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ അതോടൊപ്പം അല്ലറ ചില്ലറ പുരോഗതിയൊക്കെ മുസ്ലിം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല. എന്നാൽ അതേതെങ്കിലും ഗവൺമെന്റിൽ നിന്ന് അനർഹമായത് നേടിയത് കൊണ്ടല്ല. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം ആ പുരോഗതിയുടെ പിന്നിലുണ്ട്. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം മുസ്ലിങ്ങൾ നേടിയെടുത്ത പുരോഗതിയുടെ പിന്നിലുണ്ട്. ഇവിടെ വിവിധ ജനവിഭാഗങ്ങൾ നേടിയെടുക്കുന്ന പുരോഗതിയുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളും ആ പുരോഗതിയുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ട് ഉയർത്തിവിട്ടുകൊണ്ട് അത് ശരിയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുകയാണ്. ഇതിനെയാണ് ഗീബൽസിയൻ തന്ത്രം എന്ന് പറയുന്നത്. ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുമെന്നുള്ള സിദ്ധാന്തം. അതാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തടക്കം പ്രയോഗവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൂടെയൊന്നും സമൂഹത്തിന്റെ സൗഹൃദം തകർന്നു പോവാൻ പാടില്ല. സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിക്കാൻ പാടില്ല. അതിനാൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്ന് ഓരോ സമുദായങ്ങളും എന്തെല്ലാം നേടുന്നു എന്നതിന്റെ കൃത്യമായ ഡാറ്റ പുറത്തുവിടുക എന്നത് മാത്രമാണ് ഈ തെറ്റായ പ്രചരണങ്ങളെ നിർത്താനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. കൃത്യമായ ഡാറ്റ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പുറത്തുവിടണം. ഓരോ സമുദായങ്ങളും ഓരോ വിഭാഗങ്ങളും എന്തെല്ലാം നേടി, എന്താണ് അവരുടെ ഇന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് അധികാരത്തിൽ എത്രത്തോളം പ്രാതിനിധ്യമുണ്ട്, സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിപ്പിക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുക. അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക. സഹോദരങ്ങളെ, അധികാരങ്ങളും വിഭവങ്ങളും മാറി എത്രത്തോളം കൈവശം വെച്ചിരിക്കുന്നു എന്നതിൻ്റെ ആധികാരിക രേഖകൾ ജാതി സെൻസസിലൂടെ പുറത്തു വരുന്നതാണ്.
അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തിനും ഇത്തരം കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സവിശേഷമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അതായത് ശരിയായ വാക്കുകൾ പറയുക, ആളുകളെ പ്രകോപിതരാക്കാതിരിക്കുക, പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം നടത്താതിരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാര്യങ്ങൾ പറയണം, പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ മാന്യമായ രീതിയിൽ പറയുക എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ ശരിയായ വാക്കുകൾ പറയണം. ശരിയായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കുന്നതാണ്, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയം അയാൾ വ്യക്തമായ വിജയം കൈവരിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളോടൊപ്പം വലിയ പ്രയാസങ്ങളും ഈ പെരുന്നാൾ ദിനത്തിലുണ്ട്. ഫലസ്തീനിലെ ഗസയിലും റഫയിലുമെല്ലാം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ് അവയിൽ ഏറ്റവും ഗൗരവമർഹിക്കുന്നത്. വെടിയൊച്ചകൾ നിലക്കാതെ, അന്നമില്ലാതെ, അപ്പമില്ലാതെ, അഭയമില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ ഫലസ്തീൻ ജനത കഷ്ടപ്പെടുകയാണ്. ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. പരീക്ഷണങ്ങളിലൂടെ ചിലരെ കടഞ്ഞെടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പെരുന്നാളിന്റെ ചരിത്ര പുരുഷൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ജീവിതത്തിൽ തുരുതുരാ പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് ലോകത്തിന്റെ നായകത്വ പദവി ലഭിച്ചത്. ഫലസ്തീൻ ജനതയ്ക്ക് ലോകത്തിന്റെ നായകത്വ പദവി ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് മാത്രം വലിയ പരീക്ഷണം. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വൈദബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമി അല്ലാഹു തആല ചില വചനങ്ങളിലൂടെ പരീക്ഷിച്ച സന്ദർഭം, സന്താനങ്ങളില്ലാത്ത പരീക്ഷണം. പ്രിയ സന്താനത്തെയും പ്രിയതമയെയും ചുട്ടുപൊള്ളുന്ന വിജനമായ മരുഭൂമിയിൽ തനിച്ചാക്കി പോരാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന, അതും പരീക്ഷണമായിരുന്നു. ആദ്യഘട്ടത്തിൽ സന്താനങ്ങളില്ലാത്ത പരീക്ഷണമായിരുന്നുവെങ്കിൽ പിന്നെ ആ സന്താനത്തെ അള്ളാഹുവിനെ സമർപ്പിക്കാൻ വേണ്ടിയുള്ള കൽപ്പന ഒരു പരീക്ഷണമായിരുന്നു. ആ സന്താനത്തെയും പ്രിയതമയും വിജനമായ മക്കാമണിൽ ആരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കാനുള്ള കൽപ്പന വേറൊരു പരീക്ഷണമായിരുന്നു. നമ്രൂദിന്റെ തീക്കുണ്ടാരം ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. പക്ഷേ ഖുർആൻ പറയാണ് ഫഅതമ്മഹുന്ന. ആ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂർണ്ണമായും വിജയിക്കുകയായിരുന്നു. പൂർണ്ണമായും വിജയിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ലോകത്തിന്റെ നായകത്വ പദവി വാഗ്ദാനം ചെയ്തത്. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. അല്ലാഹു പറയാണ്, നിശ്ചയം നാം നിന്നെ ജനങ്ങൾക്ക് നായകനായി നിശ്ചയിച്ചിരിക്കുന്നു. ഖാല വമിൻ ദുർരിയത്തി. ഈ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, എന്റെ സന്താനങ്ങളോ? ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. അക്രമികൾക്ക് എന്റെ വാഗ്ദാനം പ്രാപിക്കുക സാധ്യമല്ല. സഹോദരങ്ങളെ, വലിയ പരീക്ഷണങ്ങളിലൂടെ കടഞ്ഞെടുത്തായിരുന്നു മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ലോകത്തിന്റെ നായകത്വ പദവി ലഭിച്ചതെങ്കിൽ ഇന്ന് ലോകത്ത് വലിയ ദുരിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയും നാളെ ലോകത്തിന്റെ നായകന്മാരായി മാറുന്നതിന്റെ അടയാളമാണോ? മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നമുക്കുള്ളത്. അല്ലാഹു അഅലം. അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവനും, അല്ലാഹുവാണ് എല്ലാം അറിയുന്നവനും. സഹോദരങ്ങളെ, ഏതായാലും ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അപ്പവും അന്നവും അഭയവും നൽകി അല്ലാഹു സഹായിക്കുമാറാവട്ടെ. പടച്ചവനെ, അവരെ നീ സംരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, സമാധാനപൂർണ്ണമായ അന്തരീക്ഷം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണമായ മോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പെരുന്നാൾ ദിനത്തിലെ നമ്മുടെ മറ്റൊരു പ്രയാസം എന്ന് പറയുന്നത് കുവൈത്തിൽ ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളെ ഓർക്കുമ്പോഴാണ്. മലയാളികളടക്കമുള്ള ധാരാളം സഹോദരങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കം ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടായി. തീപിടുത്തത്തിനിരയായി മരണപ്പെടുകയായിരുന്നു. നമുക്കറിയാം, പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ്. അവരുടെ ദുഃഖം മലയാളികളുടെ ദുഃഖമാണ്.
അതുകൊണ്ട് മരണപ്പെട്ട സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഈ ഈദ് മൈതാനിയിൽ വെച്ച് നമ്മളെല്ലാം പങ്കുചേരുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അള്ളാഹു മരണപ്പെട്ടു പോയവരുടെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും പിടിച്ചു നിൽക്കാനുള്ള കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ അവരെയും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സർവോപരി മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം കുടുംബമായി ശാശ്വതമായി അലൽ അറായിക് മുത്തഖിഊൻ എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മക്കൾക്ക് തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി റബ്ബ് തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റോഹിംഗ്യൻ വംശജരായിട്ടുള്ള വിശ്വാസി സമൂഹത്തെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഴുവൻ മർദ്ദിത സമൂഹങ്ങളെയും സഹായിക്കുമാറാവട്ടെ. മുഴുവൻ മർദ്ദിത സമൂഹങ്ങൾക്കും, വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമൊക്കെയായ ആളുകൾ, മർദ്ദിത സമൂഹങ്ങളായി ലോകത്തെവിടെയൊക്കെ ആരൊക്കെ നിലനിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം അല്ലാഹു തആല സമ്പൂർണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഈദിൻ്റെ സന്തോഷവും ആശംസയും എല്ലാവർക്കും നേരുക. ഞാനും
അവസാനം ഈദാശംസകൾ എല്ലാവർക്കും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും നേരുകയാണ്. അല്ലാഹുമ്മ റബ്ബൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയ്യത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا انك انت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين اللهم انصرهم في غزة اللهم انصرهم في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا منا ولسائر جميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت. آمين 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 برحمتك يا أرحم الراحمين. عيد مبارك وكل عام وأنتم بخير.